When I saw you standing there under the stars, I knew it wouldn't be the last time. Scrolling through the memories of when we began, I couldn't find a single regret. We could write an endless story through the struggle and the glory. By your side, I will stay. We will never fade away. We could sail the skies together till our skin is old and weathered. By your side, I will stay. We will never fade away. If I said I never thought about walking away, I would be a liar, I'd be wrong. Even in the hardest times, we found our way home, driving through the darkest of nights. We could write an endless story through the struggle and the glory. By your side, I will stay. We will never fail. അത് കൊള്ളാം. നമ്മൾ എന്ത് ചെയ്യണം? കൈയടിക്കണം. കൈയടിക്കുമ്പോൾ എന്താണ് നമ്മുടെ ബ്ലെസ്സിങ്സും നമ്മുടെ ഹാപ്പിനെസ്സും എല്ലാം കാണിച്ചിട്ട് ഒരു ട്രയൽ പോയാലോ? സച്ചിൻ ഈ ഡാൻസിന് മുന്നേ ഒരു ട്രയൽ ചെയ്യുന്ന പോലെ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ചെറിയൊരു ചാർജായി വരുന്നുണ്ട്. അവർ രണ്ടുപേരുടെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനിയും ചാർജാണെന്ന് വിശ്വസിക്കുന്നു. സച്ചിൻ ആൻഡ് കൃഷ്ണ റെഡിയാണോ? ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. വിൽ ഹാവ് an amazing music and we'll welcome the newly wedded couple, husband and wife, Mr. and Mrs. കൃഷ്ണയുടെ മുഖത്ത് ചിരി ഇങ്ങനെ husband and wife, Mr. and Mrs. എന്നൊക്കെ പറയുമ്പോൾ വലുതായി വരികയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. We'll invite to the stage the very 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 beautiful bride and groom of the day, Sachin and Krishna. And can we have the music for them? സാധാരണ ബ്രൈഡിൻ്റെ അടുത്ത് ഗ്രൂമിൻ്റെ അടുത്ത് സ്റ്റേജിൽ വന്നിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒന്ന് പറയണം നന്നായിട്ടൊന്ന് ചിരിച്ചെന്ന്. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കല്ലേ, പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? കൃഷ്ണ വെറും കൃഷ്ണ അല്ല, ഇപ്പം ഒഫീഷ്യലി സച്ചിൻ്റെ കൃഷ്ണയാണ് അല്ലേ? Can we have എന്തോ താഴെ ഇരുന്നിട്ട് അവരെന്തൊക്കെയോ പറഞ്ഞു തരുന്നു അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. സച്ചിൻ വിളിച്ച് സ്നേഹമുള്ള എല്ലാവരും ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഉണ്ട്. MMCയിലെ പിള്ളേരൊക്കെ ഉണ്ടോ? എന്തിയ പിള്ളേര്? നിങ്ങളാണ് അപ്പൊ സച്ചിൻ ഇത്രയും നാളെ നമ്മളോട് പറഞ്ഞ ഒരു ക്രൂ അല്ലേ? യെസ്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും ഇങ്ങനെ ഒരു സൈഡിലേക്ക് വരാണ്. നമുക്ക് എല്ലാവരും കൂടി on the count of 3 2 1 ഒരു അടിപൊളി കൈയടി കൊടുക്കാം. അതായിരിക്കും നമ്മളെല്ലാവരും കൂടി ഇവരുടെ ലൈഫിന് കൊടുക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ഫ്ലാഗ്. സച്ചിൻ ഓൾറെഡി ഒരു ഗ്രീൻ ഫ്ലാഗ്, നമ്മളും ഒരു ഗ്രീൻ ഫ്ലാഗ് കൊടുക്കുന്നു. ഓക്കെ, റെഡി for Sachin and Krishna on the count of 3 2 കൈയടിക്കണേ. At 1 we have a very big round of applause. Congratulations Sachin and Krishna. Sachin ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ most of all I would like to introduce him as a dancer, founder and choreographer of Mystic Movers crew. And Sachin ഒരുപാട് സ്ഥലങ്ങളിൽ ഡാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയ്യിൽ കറക്കുമല്ലേ, ഡാൻസിൻ്റെ ഒരു പാട്ടാണ് ആളുകളെ ട്രോൾ ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഒഫീഷ്യലായിട്ട് ബ്രൈഡും ഗ്രൂമുമായിട്ട് നിൽക്കുമ്പോൾ
അപ്പം ഞാൻ സച്ചിനോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒഫീഷ്യലായിട്ട് മണവാട്ടിക്കുട്ടി ബ്രൈഡായിട്ടുള്ള കൃഷ്ണനെ കയ്യിലൊന്ന് റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് ട്രോൾ ചെയ്യാം. ഓക്കെ, റെഡിയാണോ? Can we have a music DJ? ചെറിയൊരു റെഡിയാണോ എല്ലാവരും കാണാനായിട്ട്? എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ, എല്ലാവരും ready? Alright, Sachin, maximum romantic, Krishna maximum happy, and yes. നല്ലൊരു കൈയ്യടി കൊടുക്കാം. And I found a love for me. ഞാൻ വിചാരിച്ചില്ല കേട്ടോ സച്ചിൻ്റെ ഡാൻസ് ഇത്രയും പെട്ടെന്ന് തീരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആളുകളാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ സച്ചിൻ്റെ കൂടെ സച്ചിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നാലും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഹാൻസം ബ്യൂട്ടിഫുൾ ജെന്റിൽമാൻ സച്ചിന് വേണ്ടിയിട്ടാണ്. സച്ചിൻ ഗോപിനാഥ്. സച്ചിൻ ഇപ്പോൾ ഫ്രാഗമെന്റിൽ വർക്ക് ചെയ്യാണ് ഇൻഫോ പാർക്കിൽ. പക്ഷെ എന്നാലും ദ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഇസ് ഹി ഈസ് ദ ഫൗണ്ടർ ആൻഡ് choreographer of Mystic Movers Dance Studio. That is a very handsome groom over here. And moving on to Krishna. സ്റ്റേജിലൊക്കെ കയറി വരാനും ഒക്കെ ചെറിയൊരു പേടി, ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താണ്? സച്ചിൻ്റെ കൈയല്ല പിടിച്ചിരിക്കുന്നത്. ചെറിയൊരു നിങ്ങളൊക്കെയാണ് ചിരിക്കുന്നേ. അപ്പം ചെറിയൊരു എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഇന്ന് തുടങ്ങാൻ പോകുന്ന ഒരു ജേണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ആവാമെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ടോക്കിംഗ് അബൌട്ട് കൃഷ്ണ ശ്രീകുമാർ, ഷീസ് വർക്കിംഗ് ആസ് എ സീനിയർ അനലിസ്റ്റ് അറ്റ് റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്, ചെന്നൈ. അല്ലേ, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു വൈഫി ആയിട്ടാണ് പോകുന്നത്. സ്വീറ്റ് വൈഫി. യെസ്, ഇന്ന് ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റേജിലേക്ക് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫാമിലിയാണ്. സച്ചിനും കൃഷ്ണയും വന്ന പോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ കയ്യിലൊക്കെ പിടിച്ച് റൊമാൻറ്റിക് ആയിട്ട് വന്നോളൂ. ഞങ്ങൾ രണ്ട് സൈഡിലും കൈ ഇച്ചിരി കൂടുതലാണല്ലോ. റൊമാൻറ്റിക് ആയിട്ട് വന്നോളൂ. അങ്കിൾ ആൻറ്റി രണ്ട് സൈഡിലും റെഡി ആയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ഇൻവൈറ്റിംഗ് സച്ചിൻ്റെ ഫാമിലി, സച്ചിൻ്റെ അച്ഛൻ മിസ്റ്റർ എം ഗോപിനാഥ് ആൻഡ് അമ്മ ബിന്ദു ആൻറ്റി. അങ്കിൾ ready? Yes, we'll have a very big round of applause to Sachin's parents coming and joining us on the stage, please. ഒന്ന് കൈയൊക്കെ ഒന്ന് വിളിച്ചു തരുമോ? ബ്രദറിന്റെ വൈഫ് അഞ്ജലി ചേച്ചിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവർ ഓൾറെഡി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിളാണ്. ഞാൻ എടുത്ത് കൈ പിടിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും കൈ പിടിച്ച് റൊമാൻറ്റിക് വരുന്നത് വെരി ബിഗ് ആണ്. ഇവരാദ്യം വന്ന് കൃഷ്ണയുടെ സൈഡിൽ നിന്ന് കേട്ടോ, ടീം ബ്രൈഡായിട്ട്. എന്നിട്ടാണ് ഇത് റിയാലിറ്റിയിലേക്ക് വന്നിട്ട് ആ ഒരു സൈഡിലേക്ക് പോയത്. കൃഷ്ണയുടെ ഫാമിലിനെ വിളിക്കട്ടെ. കൃഷ്ണയുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. ശ്രീകുമാർ അങ്കിളും ചന്ദ്രലേക്ക് ലേഖ ആൻറ്റിയും അങ്കിളും ആൻറ്റിയും സ്റ്റേജിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് we'll have a very big round of applause to Srikumar uncle and Lekha aunty joining us on the stage. We have the complete family അല്ലേ? ഒഫീഷ്യലായിട്ട് ഒരു വലിയൊരു ഹാപ്പി ഫാമിലി ആയിരിക്കാണ്. ഹാപ്പി അല്ലേ അഞ്ജലി ചേച്ചി? വെരി ഹാപ്പി അല്ലേ? ഫാമിലിയിലേക്ക് പുതിയൊരു സിസ്റ്ററൂടെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും കുറച്ച് ഗോസിപ്സ് പറയാനും എല്ലാം പുതിയൊരാളോടെ അല്ലേ? ലൈക്ക് ആൻറ്റി ഹാപ്പി? വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് ഫാമിലിക്ക് നല്ലൊരു വി ഹാവ് എ വെരി ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അവരെടുത്ത ഈ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നൊരു ഫാമിലിയാണ്. ഇനി മൂവിങ് ഓൺ ടു ദി ഒഫീഷ്യൽ ഫങ്ഷൻസ് ഓൺ ദി സ്റ്റേജ്. ആദ്യം നമ്മൾ വിളക്ക് കത്തിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് പ്രകാശങ്ങളായിരുന്നവരാണ്. ഇന്ന് ഒരുമിച്ച് ഒറ്റൊരു പ്രകാശം കത്തിച്ച് അത് ഇവിടെയുള്ള എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, യെസ്, മേ പ്ലീസ് റിക്വസ്റ്റ് ടു പ്ലീസ് കീപ്
അച്ഛൻ കൈ മാറ്റിക്കോ. പ്രകാശമായിട്ടാണ് നമുക്കൊരു സോങ് ഉണ്ടല്ലേ, ലീഡ് കൈൻഡ്ലി ലൈറ്റ്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു ലൈറ്റ് ആയിട്ട് മുന്നോട്ട് ഒരു ഫാമിലി. ഓക്കെ, യെസ്. ആൻഡ് മൂവിങ് ഓൺ ടു കേക്ക് കട്ടിങ്. നിങ്ങൾ കേക്ക് റിക്വസ്റ്റിംഗ് പ്ലീസ് കേക്ക് ടു ദി സെന്റർ. സച്ചിനാണ്, പക്ഷെ ഞാൻ ഓർത്ത് കൃഷ്ണൻ. സച്ചിനാണ് ഫുഡിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാനും എല്ലാം സച്ചിനാണ്. ആണ് ആരാണ് ഏറ്റവും നന്നായിട്ട് പാചകം ചെയ്യുന്നത്? അങ്ങനെ ആരുമില്ല. ഇനിയിപ്പം അല്ലേ, അതൊക്കെ പണ്ടായിരുന്നു. ഇനിയിപ്പം പുതിയതായിട്ട് രണ്ടുപേർക്ക് യൂട്യൂബിലൊക്കെ നോക്കി റെസിപ്പിയൊക്കെ നോക്കി അങ്ങോട്ട് കുക്ക് ചെയ്യാം അല്ലേ. റിക്വസ്റ്റിംഗ് കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മുന്നോട്ട് കയറി നിന്നോളൂ. Will your mouth still remember the taste of my love? Will your eyes still smile from your cheeks? Yes. Darling, You are a very big round of applause. Yes, be that's loving right. you till we're 70. Krishna can give to Sachin family members. Baby, my heart could scream. Maybe just a tattoo day. And I just wanna tell you I am. So honey now, take me to. Alright, അങ്ങനെ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. സച്ചിൻ, കൃഷ്ണ, കേക്കിന് മധുരം ഉണ്ടായിരുന്നോ? നല്ല മധുരം ഉണ്ടായിരുന്നോ? അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം നമ്മളുമൊക്കെ എന്താണ് ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത്? ഇപ്പൊ സച്ചിൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മധുരമുള്ളൊരു ജീവിതം അല്ലേ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫാണ്. കേക്ക് നമ്മൾ സൈഡിലേക്ക് വെച്ച് രണ്ടുപേരും പരിപാടി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യുന്നവരെ നിങ്ങളുടെ ഫേസ് എങ്ങനെ ആയിരിക്കണം? ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഒരു മൊമെന്റ്സ് ആണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പം ചിരിയും ഹാപ്പിനെസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ്. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം.
தினமே காத்திருக்கிறோம், கைகள் தொடவே காத்திருக்கிறோம், இதயம் தரவே காத்திருக்கிறோம், இதழ்கள் படவே காத்திருக்கிறோம். அவளுக்கென புதிதாய் மாறினோம், அவளுக்கென கவிதை உளறினோம், அவளுக்கென கடல்கள் தாண்டினோம், அவளுக்கென விழித்தே தூங்கினோம், அவளுக்கென வழிகள் தாங்கினோம், அவளுக்கென வாழ்ந்தே பழகினோம், அவளுக்கென அவளோ இங்கு இல்லை, நானோ அங்கு இல்லை, இருப்பினும் ஏதோ ஒன்று ஆகுதே. அவளோ இங்கு இல்லை, நானோ அங்கு இல்லை, ஆனால் உள்ளே ஏதோ ஒன்று தோன்றுதே. கடங்கா காதலை கழட்டி விட்டவள் என்றாலும் அவளோடு தினம் கனவில் வாழ்கிறோம். அவள் விட்டு சென்ற நினைவுகள் தொட்டு பார்க்கவே தேடி அது தேடி நாம் எங்கும் அலைகிறோம். அவளின் அந்த கண்ணங்கள் കൃഷ്ണയുടെ കസിൻസ് എല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് കൃഷ്ണയോടുള്ള സ്നേഹത്തെ പ്രതി ഇവരുടെ കൂടെ ഒന്ന് ഒത്തൊത്ത് പോകാനായിട്ട് വരുന്നല്ലേ. നമുക്ക് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചവരൊക്കെ കൈ അടിക്കോ? കൃഷ്ണ ഡാൻസ് കളിക്കുന്നുണ്ടോ? അമ്മോ, നിങ്ങൾക്ക് ഇനി ഒഫീഷ്യലായിട്ട് ഡാൻസ് അല്ലേ? ഒരാൾ മാത്രം പ്രാക്ടീസ്. ആരാണ് കോട്ടയുടെ വരെ മിടുക്കന്മാരാണോ നേരത്തെ പറഞ്ഞത്? ഞാൻ പറഞ്ഞോളൂ, എന്താണ് ഈ ഒരു മൊമെന്റിൽ കല്യാണത്തിനൊക്കെ പറയാൻ തോന്നുന്നത്? എന്നോട് 2 വാക്ക് പറയാനാണ് പറഞ്ഞത്. 2 വാക്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കുറച്ചധികം പറയാം അല്ലേ. അപ്പൊ ഞാൻ 17-ലാണ്
2017 ഞങ്ങൾ ഒരുമിച്ച് ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട് ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ പഠിച്ചിരുന്ന എറണാകുളത്തായിരുന്നു. അവിടെ തന്നെ പരിചയപ്പെട്ടു. എറണാകുളത്ത് ഞങ്ങൾ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ വെള്ളംകളിയിലും തുടങ്ങിയില്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് 8 വർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സച്ചിൻ നിൽക്കാന്ന് വിളിക്കുക, ആൾ മനസ്സറിനെ വിളിക്കാറുള്ളത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെ കൂടെ എപ്പോഴുള്ള ഒരാളാണ്. അപ്പോൾ അത് ഡാൻസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉള്ളത്. പിന്നെ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇവരെല്ലാവരും ഡാൻസിന് വേണ്ടി സച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് ഡാൻസ് കൊടുക്കാൻ ഇഷ്ടം. വേറെ ഒന്നല്ല, ഗോൾഡോ സിൽവറോ അതൊന്നും വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതൊന്നല്ല, ആൾക്ക് ഇഷ്ടം എന്താ ഡാൻസാണ്. അപ്പോൾ ഡാൻസ് തന്നെ ഞങ്ങൾ എന്താ ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എറണാകുളത്ത് നമ്മുടെ ബഡ്ഡീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. ഞാൻ സച്ചിന് കൃഷ്ണയ്ക്ക് ഞങ്ങളുടെ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, Yes, can we have the music for Krishna's cousins coming over to the stage for the dance, please?
ദൈവമേ കൃഷ്ണ കൃഷ്ണ എന്നോട് പറഞ്ഞിരുന്ന ഇത് ഹോം മെയ്ഡ് ഡാൻസ് ആണ്, വീട്ടിൽ തട്ടിക്കൂട്ടിയ ഡാൻസ് ആണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇത്രയും മിടുക്കികള് ആ ഒരു ഡാൻസിന് അവിടുന്ന് ഒരു എൻട്രി ചെയ്ത് ഇവിടെ വന്ന് കൃഷ്ണയെ കൂടെ കയറി കഴിഞ്ഞപ്പോ പവറും മാറി. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു ഓക്കെ മിടുക്കികളെ കുറിച്ച് സംസാരിക്കാവുന്ന. അപ്പൊ ഞാൻ നോക്കുമ്പോ അപ്പോഴേ സച്ചിൻ വെള്ളം തപ്പി ഓടി. സച്ചിൻ ഇത് ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കും, അറിയില്ല ഡാൻസ് കണ്ടിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൺപിള്ളേരോടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഗേൾസ് മാത്രമല്ല എൻ്റെ ഒരാൾ സടക്ക് സടക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എനർജി ഒക്കെ ആയി പോയി. വെരി ബിഗ് റൗണ്ട്. നല്ലൊരു കൈയടി അഗെയിൻ ഫോർ ദി അമേസിംഗ് ടീം. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഡാൻസ്? അടിപൊളി ഡാൻസ് ആയിരുന്നല്ലേ? നമ്മളൊക്കെ, ഞാനല്ല നിങ്ങളൊക്കെ ഡാൻസേഴ്സ് ആണല്ലേ, നമ്മളൊക്കെ ഡാൻസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ ഒരു അടിപൊളി ഡാൻസ് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ചവിട്ടി പൊളിക്കുക. എക്സൈറ്റഡ് ആണോ ഡാൻസിന് കയറാൻ വേണ്ടിയിട്ട്? സച്ചിൻ ആദ്യമായിട്ടാണോ എനിക്കറിയില്ല, ശീലമായിരിക്കും. പക്ഷെ എന്നാലും അവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഡാൻസിനകത്തേക്ക് വന്ന് അല്ലേ നമുക്ക് പിടിച്ച് എന്നാലും ഡാൻസൊക്കെ കളിച്ചു. എന്തായാലും ഇനി സച്ചിൻ്റെ ടീം മിസ്റ്റിക് മൂവേഴ്സ് ക്രൂ MMC നിങ്ങൾ കയറാൻ പോവാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു ക്രൂ വന്ന് നിൽക്കുമ്പം നിങ്ങളെല്ലാവരും എത്ര അടിപൊളിയായിട്ടാണ് ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ക്രൂവിലുള്ള ഗേൾസ് എല്ലാവരും സച്ചിൻ്റെ സിസ്റ്റേഴ്സിനെ പോലെ, ഏറ്റവും ഫാമിലി പോലെയും ബ്രദേഴ്സ് എല്ലാവരും ഗ്രൂംസ്മെൻ പോലെ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് we have a very big round of applause. And തീയാണോ നിങ്ങൾ? നല്ലൊരു സൗണ്ട്, ഒരു ഒച്ച, ഒരു ചേർപ്പൊക്കെ. Are you guys ready? എന്താല്ലേ? जाने कैसे बांधे तूने अखियों की डोर, मन मेरा खींचा चला है तेरी ओर.
मेरे चेहरे की सुबह जुल्फों की शाम मेरा सब कुछ है पिया आपसे तेरे नाम नजरों ने तेरी छुआ तो है ये जादू हुआ होने लगी हूँ मैं हंसी आफरी 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 ஒரு சாமன் அவசாமன் உயிரோடு கூடுது ஆசை அதுங்காமல் இதுங்காமல் இருந்தால் தான் நோய்ந்திடும் ஓசை இருவிடியே ஏழு கணி உனக்கெதுதான் உன்னிடையும் ஊசி முனை உனக்கிடும் சேரியனை Hi Malini, I'm Krishnan. நான் இதை சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்கே எவனும் இவ்வளோ அழகா இவ்வளோ அழகா பார்த்துக்க மாட்டாங்க. I'm in love with you. Oh my darling, நான் புதுக்கும் கணக்கெல்லாம் பெண்டிங் கோரஸா நான் கேட்கவா Yes I know yes I அழகியே Marry me அழகியே Make it high with me அழகியே Come on now, don't worry அழகியே 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 Marry me அழகியே Are you ready to be
ചുട്ടിൽ വന്നാൽ താരകരാവ് രാവിലെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ തിരകൾ ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയക്കനവായി നീ ദേവി ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയക്കനവായി നീ കൂടെ നീ ഇനി ഞാനില്ലല്ലോ ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയക്കനവായി നീ ദേവി ഒന്ന് കണ്ട നേരം നെഞ്ചിൽ ചേർക്കുവാൻ തോന്നി നൂറ് മോഹമെല്ലാം കാതിൽ ചൊല്ലുവാൻ തോന്നി ചുംബനം കൊണ്ട് പൊതിയുവാൻ തോന്നി ഒരു പൂ മാത്രം ചോദിച്ചു ഒരു
പൊൽക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയ കനവായി നീ നീ എഴുതി കനവായി ഈ മഴവിൽ കസവായി മണ്ണിലൊരു നാൾ കള്ളൻ മറുനാൾ മന്നൻ മനം പോലെ മാകയും മധുരം മധുരം മധുരിത മധുരം മനമേ മനമേ മധുരിത മധുരം കടമ്പി ചെങ്കില തൂക്കും ഉപ്പുരക്കൈ താളമടിക്കും ഇനി നമുക്കായി കടലു തുറക്കും കാലം മരവിക്കും ഇന്ദ്രജാലച്ചെപ്പും പന്തും കയ്യിലേന്തി പാടും മന്ത്രവീടും കമ്പികൾ പറ്റും സ്നേഹമന്ത്രം നീക്കും നീ മിണ്ടാതെ വീണ്ടും ഒരു കല്ലാപസ്വരം എന്റെ നെഞ്ചോടും തെറ്റുതിരിക്കും ഞാൻ നീ കാണാതെ കണ്ടു നിന്റെ കണ്ണാടി കളിച്ച് പിറച്ചുള്ള കൊഞ്ചലിടുക്കും നീ മഴയായി പൊഴിയും ഞാൻ കാറ്റാൻ കഴുകുന്ന നമ്മളറിയാ മറകൾ മായും നേരും മനം പോലെ മാകയും മധുരം മധുരം മധുരിത മധുരം മനമേ മനമേ മധുരിത മധുരം പാടാമ്പനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ പാടാമ്പനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ ഒരു പൊഴിപ്പുഴയോരം നിലാവിൻ കുടമുള്ള വിടരാ അണിമുറ്റത്തൊരു കോടി രാവിൻ മണിവിളക്കെരിയാ പെൺകൊടിമാരുടെ ഓമൽ തീരിക്കനവുക വന്നിട മായക്കാഴ്ചകളോടെ മനസ്സിൽ ഭിന്നം പൊന്നുമണിഞ്ഞിട നന്ദൻ ചോര നഗരിക ചോര മുരളിയിലൊരു നടപടി അരുളുക പാടാമരമാലി നിലാവിൻ
താലികെട്ടെന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. നീ ഇങ്ങനെ മൂത്ത് അരച്ച ചാവ് തന്നെയുള്ളൂ പണ്ടാറടങ്ങാൻ.
కుర్చీని మాట్లాడబెట్టి కుర్చీని మాట్లాడబెట్టి അല്ലേ? വലിയൊരു സിനിമ ഒരു തിയേറ്ററിലൊക്കെ ഇരുന്ന് ഒരു കവർ ഒരു സിനിമ കണ്ട പോലെയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ വെഡ്ഡിങ്സിനൊക്കെ പോയി ഓരോ ഡാൻസൊക്കെ കാണുമ്പം ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരോടും ചോദിക്കാറുണ്ട്, ഈ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കൈയടിച്ച് കാണിക്കാവോ എന്ന്. അപ്പം ഞാനത് ഇവിടെ ചോദിക്കുമ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും പറഞ്ഞു ഈ ഒരു ഡാൻസ്, ഇത്രയും വലിയൊരു ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കൈയടിച്ച് കാണിക്കാവോ നിങ്ങൾ? ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. കാരണം ഇത്രയും മനോഹര ഒരു ഡാൻസിന് ശേഷം ഈ സ്റ്റേജിൽ വന്ന് നിങ്ങൾക്ക് താങ്ക് യു പറയാം. കുറച്ച് ഡാൻസ് ചെറിയൊരു ഡാൻസ് ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ ആദ്യം പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കാമെന്ന് ഓർത്തു. പക്ഷെ അത് പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് എഴുതി വെക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ആദ്യം കൃഷ്ണ പറഞ്ഞ ശരിയാണ്, കൃഷ്ണ പ്രിപ്പയർഡ് അല്ലായിരുന്നു ആദ്യം ഈ ഡാൻസിന്. പക്ഷേ ഐ തിങ്ക് ഗുഡ് ടീച്ചേഴ്സ് ഓൾവേസ് മേക്ക് ഇറ്റ്സ് വെരി ഈസി അല്ലേ? സച്ചിനെ പോലെ ഒരാൾ, സച്ചിൻ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചു, സച്ചിൻ്റെ കൈ അടുത്ത സ്റ്റെപ്പിലേക്ക് വിട്ടു, കണ്ണുകൾ ഗൈഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് വിട്ടു. വെറൊരു ഡാൻസ് അല്ലായിരുന്നു, സച്ചിൻ ഒരേ സമയം പെർഫോം ചെയ്യുകയും ആ ഡാൻസിലേക്ക് അങ്ങ് ഫ്ലോ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഈ ചെറുക്കന് വേണ്ടി നല്ലൊരു ഗൈഡ് കൊടുക്കാം സച്ചിൻ. അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു ഡാൻസ് കളിക്കുന്നത് കഴിഞ്ഞ ദീപാവലിക്ക് സച്ചിൻ ഒരു ഡാൻസ് ഞങ്ങൾ ഓഫീസിലൊരു 4-5 പേർക്ക് വേണ്ടി ചെയ്തത്. അന്നാണ് എനിക്കും ഡാൻസ് കളിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. ഹീസ് എ വെരി ഗുഡ് ടീച്ചർ ആൻഡ് ഹീസ് പ്രൂവിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് ദ മൊമെന്റ് ഗൈസ് എല്ലാവരും വന്ന് സച്ചിൻ ആ ഫ്ലവറുമായിട്ട് നടുക്ക് വന്നിട്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് അഴകേ. ഐ വാസ് ലൈക്ക്, എൻ്റെ അമ്മ എന്ത് രസമായിരുന്നു അല്ലേ, എന്ത് റൊമാൻറ്റിക് ആയിട്ട്. ആ ഒരു മൊമെന്റ്സിൽ കൃഷ്ണ ഇവിടെ നിന്നപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, യു ആർ ഹിസ് പ്രിൻസസ് ആൻഡ് യു സോ ലക്കി ടു ഹാവ് എ ഗൈ ലൈക്ക് ഹിം. ഓക്കെ, ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നി. ആൻഡ് മധുരം സോങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ നടുക്ക് നിങ്ങളുടെ ഈ ആശാനെ നിർത്തിയിട്ട് ഗിഫ്റ്റ് ഈ ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ഗിഫ്റ്റ്സുമായിട്ട് വന്നില്ലേ. അപ്പം ഡാൻസ് എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന ഈ സച്ചിൻ എന്ന് പറയുന്ന ആളുടെ മനസ്സ് നിറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെറിയ നിസ്സാരക്കാരല്ല, നിങ്ങൾ നിസ്സാരക്കാരേ അല്ല. അത് നിങ്ങൾ പിന്നെയും പ്രൂവ് ചെയ്യാണ്. നിങ്ങളെ കിട്ടാൻ ഈ പറയുന്ന സച്ചിനെ കിട്ടാൻ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ലക്കിയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. നിങ്ങൾ അങ്ങനെ എനിക്കറിയത്തില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെയൊക്കെ ഹാർട്ട് സൂട്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. ആൻഡ് ഓൾസോ ഭയങ്കര നിറഞ്ഞാണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നത്. എല്ലാവർക്കുള്ള സോങ്സും ഉണ്ടായിരുന്നു അല്ലേ, ഒരു മിക്സ് ആയിരുന്നു. വൺസ് അഗെയിൻ വിൽ ഹാവ് എ വെരി ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു നല്ലൊരു കൈയടി കൊടുക്കാം പിള്ളേർക്ക് എല്ലാവർക്കും. എന്ത് ഡാൻസ് ആയിരുന്നു ഞാൻ അല്ലേ സച്ചിന്റെ കൂടെ പിടിച്ചു നിന്ന് രണ്ടുപേരുടെ അടിപൊളി ഒരു കൈയടി കൊടുക്കാവോ? സച്ചിന്റെ ബ്രദറും സിസ്റ്ററും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഇനി 3 പേരുടെ ഒരു ടീമായിരുന്നു, കൃഷ്ണയും കൂടെ വന്ന് ഇനി 4 പേർക്കൂടെ ഡാൻസ് ഒക്കെ ചെയ്തിടാം. ഓക്കെ,
സെറ്റ് യെസ്. ഇനി ഒരു ഫാമിലിയിൽ ആദ്യം പ്രസൻറ്റ് ചെയ്യുമ്പം അതെങ്ങനെ ശരിയാവും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്നാൽ മക്കളെ കൃത്യമായി അതുപോലെ തന്നെ അച്ഛനും അമ്മയും ചെയ്തു, സപ്പോർട്ട് ചെയ്താണ് സച്ചിൻ ഇന്നിവിടെ നിൽക്കുന്ന ഈ സന്തോഷത്തിനൊക്കെ കാരണം ആ അച്ഛനും അമ്മയാണ്. എന്നീ സച്ചിൻ്റെ അച്ഛനും അമ്മയും. ആൻഡ് മൂവിങ് ഓൺ ടു സച്ചിൻ്റെ രണ്ടാമത്തെ ഫാമിലി അല്ലേ, ഈ ഒരു കുടുംബമാണ് മിസ്റ്റിക് മൂവേഴ്സ് ക്രൂ. സച്ചിൻ എന്നോട് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ ഫാമിലിയാണ്. നിങ്ങൾക്ക് പല രീതി അല്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് പല ജോലി പല പേഴ്സണൽ ലൈഫൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ്. സാറ്റർഡേ സൺഡേസും ആണ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ എന്നാലും എന്തൊരു ഭംഗിയായിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തോട് ബ്യൂട്ടിഫുൾ ആക്കിയത്. പ്രത്യേകിച്ച് നബീൽക്ക് എന്ത് ചെയ്യും, എല്ലായിടത്തും ചുറ്റും നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നബീൽക്ക് എന്ത് ചെയ്യും, പ്രിൻസസ് ആയിട്ട് ഇത്രയും അടിപൊളി ഒരു സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്ന കൃഷ്ണയ്ക്കും കൃഷ്ണയുടെ ഫാമിലിക്കും കൃഷ്ണയുടെ ഫാമിലിയുടെ പേരിൽ ഇവിടെ വന്ന എല്ലാവർക്കും, കസിൻസിനും ഡാൻസ് കളിച്ച കസിൻസിനും എല്ലാവർക്കും താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്സ്. ഞങ്ങളുടെ എല്ലാവരുടെയും പാർട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സച്ചിനും കൃഷ്ണയും കൂടെയാണ് മുന്നോട്ടൊരു ലൈഫ്. ഓക്കെ, അതിന് ഓൾ ദ വെരി 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 ബെസ്റ്റ് വിഷസ്. ഒരു തവണയും കൂടെ നമ്മുടെ ഇന്നത്തെ പരിപാടി കൂടെ ഡിസ്പോസ് ചെയ്ത് നമ്മുടെ DJ-യിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം കയ്യടി കൊടുക്കാം. അയ്യോ അങ്കിൾ എന്നോട് ഒന്ന് ഫുഡ് കഴിച്ചില്ല, എനർജി ഇല്ലാന്ന് പറഞ്ഞ ആളാണ്. അങ്കിളുടെ ഒരു എനർജി ഇല്ലല്ലോ, നല്ലൊരു കൈയടി. യെസ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇറ്റ് വാസ് എ പ്ലഷർ ഫോർ മീ ഓൾസോ. എന്നെ വിളിച്ചതിലും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. യെസ്. ആൻഡ് DJ Krins will be taken over from here. ഡാൻസിന് ഒരു ക്ഷാമമില്ലാത്ത ആളുകളല്ലേ. നിങ്ങളൊക്കെ തളർന്നോ? ഇല്ല. അപ്പൊ ഇനി പാട്ട് വരുമ്പോ ഇനിയും ഡാൻസ് കളിക്കാനായിട്ട് കയറുക. റെഡിയാണോ? അപ്പം യെസ്, ഐ എം ലീവിംഗ് ഓവർ ദി ഫ്ലോർ ടു. എന്ത് പറ്റി? जब लड़कों के दिलों में तू आग लगा दे बेबी फायर, नकली से न करे तू करे जब देखे हमें झूठी लायर। काला काला चश्मा जचता तेरे मुखड़े पे जैसे काला दिल जचता है तेरे चिन पे। अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती हूँ। मेरे होठों से धुआंधार निकलती है जो बोली, जैसे जैसे बंदूक की गोली। मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे तो ईद में होली। मेरे होठों से धुआंधार निकलती है जो बोली, जैसे जैसे बंदूक की गोली। मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे तो ईद में होली। मेरे जीवन की दशा थोड़ा रस्तों का नशा, थोड़ी मंजिल की प्यास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, कसम से बाकी सब फर्स्ट